ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും മിനൂസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ 65 ബിരിയാണി. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്യണേക്കാളും നല്ലത് കുറച്ചും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണതാണ്. ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ഒരു അര സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മളിതിന് 2 മാരിനേഷനാണ് കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് മാരിനേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് മാരിനേഷൻ ചെയ്യുന്നത്. സെക്കൻഡ് മാരിനേഷനിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ സ്പൂൺ മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളടുത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ചിക്കനായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പൊടികളും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴക്കുക. അപ്പം കോൺഫ്ലോർ കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 15 മിനിറ്റിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. ചിക്കന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യും അതുപോലെ ചിക്കന് ഫ്രൈ ചെയ്തതിന് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 5 സവാള അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 4-5 സവാള ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏലക്കായ, തക്കോലം, ഗ്രാമ്പൂ, പട്ട, അങ്ങനെയെല്ലാം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് പിന്നെയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വെന്ത് വരണം. സവാള വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള പരിപാടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചോറ് നമ്മൾ ഊറ്റിയിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ സ്റ്റൗവിലോട്ട് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് വെള്ളത്തിലോട്ട് കുറച്ച് സ്പൈസസും അതുപോലെ കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയണില്ല. നമ്മൾ ഊറ്റിയെടുക്കുന്നതായതുകൊണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. സ്റ്റൗവിലോട്ട് വെക്കുന്നതിന് മുന്നേ തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്യുക. കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഓയിലിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഇത് കുറച്ചും തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് 1 സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് തൈര് ചേർക്കുമ്പോൾ. പിന്നെ അത് നമ്മൾ സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് 4 വലിയ തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് വേവണം. ഇതിപ്പോൾ നമ്മൾ സാധാ ബിരിയാണീൻ്റെ മാതിരി തന്നെയാണ്. സവാളയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്ന പാകെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തു. തക്കാളി വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് അതിലോട്ട് ചേർക്കുള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഉണ്ടാവുള്ളൂ. പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിലോട്ട് 1 സ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടാക്കി ഗരം മസാലേൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഗരം മസാലൻ്റെ ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര സ്പൂൺ വരെയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും പുതിനയിലും അരിഞ്ഞതും അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലേൻ്റെ ആ ഫ്ലേവർ ഫുള്ള് ചിക്കനിൽ പിടിക്കണം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. വേവിക്കാനൊന്നുമില്ല, ആ മസാല ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുന്നത്. അപ്പോൾ ആ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൽ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള
അരി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 2 സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 90% വേവായപ്പോഴാണ് നമ്മൾ ചോറ് ഊറ്റിയിട്ടുള്ളത്. ഇത് നമ്മൾ മസാലൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചോറ് ഊറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ വീഡിയോ കുറച്ച് ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഷോർട്ടാക്കിയതും കൂടെയാണ്. ചിക്കൻ മസാലൻ്റെ മുകളിൽ ചോറ് മുഴുവൻ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഗരം മസാല, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ബിരിയാണി സെർവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചിക്കൻ 65 ബിരിയാണിയാണ്, ഹസ്ബൻഡിൻ്റെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പം നല്ല ടേസ്റ്റുള്ള ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്